നമസ്കാരം, ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ ഒരു ശിവ സന്ദേശത്തിലൂടെ ചില കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാൻ നിങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അഥവാ ഈ കാര്യങ്ങൾ കേൾക്കുവാനായി വിളിച്ചു വരുത്തിയത് പോലും അത് വെറുതെയല്ല എന്നതാണ് വാസ്തവം. കാരണം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതായ ചില കാര്യങ്ങൾ ഈ അധ്യായത്തിലൂടെ ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതൊരിക്കലും ഒരു സന്ദേശം മാത്രമായി നിങ്ങൾ എടുക്കുവാൻ പാടുള്ളതല്ല. സാക്ഷാൽ പരമശിവന്റെ ഒരു സ്വാന്തനമായി തന്നെ, അല്ലെങ്കിൽ ഭഗവാന് നിങ്ങൾ മുൻപിൽ വച്ചിരിക്കുന്ന പ്രാർത്ഥനകളുടെ പ്രതിഫലനം തന്നെയായി തന്നെ ഇതിനെ പരാമർശിക്കുവാൻ സാധിക്കും. ഇത്രയും വ്യക്തികൾ ഉണ്ടായിട്ട് പോലും നിങ്ങൾക്ക് ഇത് കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ, ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ നിന്നും നിങ്ങളിലേക്ക് ഈ വീഡിയോ വന്നിട്ടുണ്ട് എങ്കിൽ, അത് തീർച്ചയായും ചില പ്രധാന കാര്യങ്ങൾ തന്നെയാണ്. ഇതൊരു ശിവ സന്ദേശം തന്നെയാണ്, ജനറലായ ഒരു റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കണം. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ ഓം നമ ശിവായ എന്നോ ഓം ഹ്രീം നമ ശിവായ എന്നോ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം. അല്ലെങ്കിൽ നിങ്ങൾ ഭഗവാന് മുന്നിൽ വച്ചിരിക്കുന്നതായ പ്രാർത്ഥന, ഉടനെ നടക്കേണ്ടതായ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഭഗവാനെ വന്ദിക്കുകയോ ആ ആഗ്രഹമടക്കം ഭഗവാനെ വന്ദിക്കുകയോ ചെയ്യാം. അപ്പോൾ ഭഗവാനുമായി ബന്ധപ്പെട്ട ആ മുന്നറിയിപ്പുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ പോസിറ്റീവായ ഊർജം പകർന്നു നിൽക്കുന്ന ഈ സമയം നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു കാര്യം അത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സ് പല കാര്യങ്ങൾ കൊണ്ടും തളർന്നിരിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. മനസ്സിനെ പിടിച്ചു നിർത്തുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. അത് ഭഗവാൻ മുൻകൂട്ടി കാണുന്നതിനാൽ തന്നെയാണ് നിങ്ങളെ ഭഗവാൻ ഇത്തരത്തിൽ ഒരു സന്ദേശത്തിലൂടെ ആകർഷിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ, നിരവധിയാർന്ന സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോഴും അതെല്ലാം മാറി മറിയും എന്നും, ദുഃഖത്തെ അകറ്റി സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരും എന്നും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങളുടെ പരീക്ഷകൾ അത് നിങ്ങൾക്ക് പലപ്പോഴും പരാജയത്തിലേക്ക് നയിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. പല രീതിയിലും നിങ്ങൾക്ക് വെളിച്ചം ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. പുതിയ വെളിച്ചം പോലും വന്നു ചേരുന്നില്ല. അല്ലെങ്കിൽ എപ്പോഴും ചുറ്റും നോക്കുമ്പോൾ അന്ധകാരം മാത്രമാണ് ഉള്ളത് എന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വിഷമമായി തന്നെ കാണുവാനായി സാധിക്കുന്നു. നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾ നിങ്ങളുടെ മുഖത്ത് പലപ്പോഴും പ്രകടമാകുന്നു എങ്കിൽ പോലും അത് പലർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. പലപ്പോഴും കൃത്രിമമായ ചിരിയാണ്, സന്തോഷമാണ് നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് എന്നതാണ് വാസ്തവം. മനസ്സ് വല്ലാതെ വിങ്ങുന്നതായ സാഹചര്യം, ആരോട് പറയണം, ആരെ ഒപ്പം നിൽക്കും എന്നറിയാത്തതായ അവസ്ഥ, എല്ലാം വിധി എന്ന് വിചാരിക്കുന്ന വ്യക്തികളും ഒരുപാടുണ്ട്. ഇത്തരത്തിൽ വളരെയധികം വേദനകളും വിഷമതകളും അനുഭവിച്ചപ്പോൾ തീർച്ചയായും നിങ്ങൾക്കൊപ്പം ഭഗവാൻ ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ആ കാര്യങ്ങളിൽ കൂടുതൽ തളരാതെ പിടിച്ചു നിർത്തിയത് അത് ഭഗവാൻ തന്നെയാണ് എന്നതാണ് വാസ്തവം. ഈ സമയം ഭഗവാനോട് നിങ്ങൾ ചോദിച്ച നിരവധിയാർന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്, എന്തുകൊണ്ടാണ് ഭഗവാനെ എനിക്ക് മാത്രം ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന്, എൻ്റെ ഭാഗ്യത്തിന് എന്ത് പറ്റി എന്ന്. ഇപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ഭഗവാന് മുന്നിൽ ചോദിക്കുകയോ മനസ്സുരുകി ഭഗവാന് മുന്നിൽ പ്രാർത്ഥനയായി അപേക്ഷിച്ചിരിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കാം നിങ്ങൾ. നിങ്ങളുടെ ചോദ്യങ്ങൾ
പലപ്പോഴും ഭഗവാന് മുൻപിൽ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ നിങ്ങളെ പല രീതിയിലും ഭഗവാൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളിലേക്ക് ഭഗവാൻ ഒരു കരുത്ത് പകർന്ന് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ മുൻപത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പല പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു മനോബലം നിങ്ങൾക്കുണ്ട്. ഏത് പ്രശ്നമാണ് എങ്കിലും അതെനിക്ക് തരണം ചെയ്യുവാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസവും ധൈര്യവും ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്ന് നൽകിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഭഗവാൻ നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അതിനു മുൻപ് ചില കാര്യങ്ങൾ, അതായത് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. ആ പരീക്ഷണങ്ങളിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നത് വാസ്തവമാണ്. കഠിനമായ പരീക്ഷകൾ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ആ പരീക്ഷണങ്ങളിൽ നിന്നും നിങ്ങൾ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായി മാറിയിരിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഇതിൽ എടുത്തു പറയേണ്ടതും ഭഗവാൻ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നതുമായ കാര്യം, നിങ്ങൾ നല്ല മനസ്സിന്റെ ഉടമകൾ എന്ന് മാത്രമല്ല, ഏതൊരു ആപദ്ഘട്ടത്തിലും ഭഗവാനെ തള്ളിപ്പറയുവാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല. ഭഗവാനോടൊപ്പം ചേർന്ന് നിൽക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്തത്. അതിനാൽ തന്നെയാണ് ഭഗവാൻ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്നത്. ആ ഒരു സമയം അല്ലെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾക്കുള്ള ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിരിക്കുകയാണ്. ഈ സമയം ശിവനച്ചൻ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നതായ സാഹചര്യം, സ്വാതന്ത്ര്യം നൽകുന്നതായ സാഹചര്യം, ഇവിടെ ഈ കാര്യങ്ങൾ കേൾക്കുന്നത് പോലും യാദൃശ്ചികമാണ് എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. ഭഗവാൻ തന്നെയാണ് നിങ്ങളെ വിളിച്ചത്. അത് ഭഗവാന്റെ അരികിലേക്കാണ് നിങ്ങളെ വിളിച്ചത്. തീർച്ചയായും കരയുന്ന നിങ്ങൾക്ക് ആ കണ്ണുനീർ ഭഗവാൻ തന്നെ തുടയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകും. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന സന്ദേശവും ഭഗവാൻ നിങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന സാഹചര്യവുമുണ്ട്. ഈ ഒരു സമയത്ത് ഇരുട്ടിൽ നിന്നും നിങ്ങൾക്കൊരു മോചനമാണ് ലഭിക്കുന്നത്. ഭഗവാൻ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ്. നിരവധിയാർന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഒളിഞ്ഞും തെളിഞ്ഞും പലരും നിങ്ങളെ പുച്ഛിച്ചിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് പോലും ചോദിച്ചിട്ടുണ്ട്. മനസ്സിനെ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചിട്ടുണ്ട്. പലപ്പോഴും മറുത്തൊന്ന് പറയുവാൻ സാധിക്കാതെ പല കാര്യങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്, അപമാനം ഏറ്റിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ അത് അടയ്ക്കുന്നതായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ വാതിലുകൾ അവർ അടയ്ക്കുകയും അനർഹരായ വ്യക്തികൾക്ക് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ നൽകിയതായ സാഹചര്യം പോലുമുണ്ട്. ഇവർ നിങ്ങളുടെ വില മനസ്സിലാക്കിയിരുന്നില്ല എന്നതാണ് വാസ്തവം. ഇനി നിങ്ങൾ ആരാണ് എന്നും നിങ്ങളെ കൂടെ നിർത്താതിരുന്നത് മോശമായിരുന്നല്ലോ എന്നും അവർ ചിന്തിച്ചു തുടങ്ങും. അവർക്കത് ഏകദേശം മനസ്സിലായി തുടങ്ങിയിരിക്കുന്ന സാഹചര്യമുണ്ട് എന്നുകൂടി ഈ സമയം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഏറ്റവും വേദന സമ്മാനിച്ച ചിലരുണ്ട്. ഏത് വിഷമത്തിലും പ്രയാസത്തിലും ഒപ്പമുണ്ടാകും എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നതായ വ്യക്തികൾ, അവർ പോലും നിങ്ങളെ ചതിച്ചു. അവരതിന്റെ കർമ്മഫലം അനുഭവിക്കുവാൻ വിധിക്കപ്പെട്ടവരാണ്. കാരണം അത്രമേൽ ഭഗവാന്റെ അനുഗ്രഹമുള്ള നിങ്ങളെ, നല്ല മനസ്സിന്റെ ഉടമകളായ നിങ്ങളെ, മറ്റുള്ളവരുടെ എല്ലാ വീഴ്ചകളിലും ഒപ്പം നിന്നിട്ടുള്ള നിങ്ങളെ ചതിച്ചതിന്റെ കർമ്മഫലം അവർ അനുഭവിക്കാതിരിക്കില്ല എന്ന് തന്നെയാണ് ഈ സന്ദേശത്തിലൂടെ അർത്ഥമാക്കുവാൻ പോകേണ്ടത്. അത് നിങ്ങൾ പകരം വീട്ടുന്നതല്ല. നിങ്ങൾ ഒരിക്കലും അതേക്കുറിച്ച് ചിന്തിക്കാനേ പാടുള്ളതല്ല. നിങ്ങൾ എല്ലാം ഭഗവാന് മുന്നിൽ അർപ്പിച്ച് നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടതായ കർമ്മം അത് മാത്രം നിങ്ങൾ ചെയ്യുക. അത് ചിലപ്പോൾ കഠിനാധ്വാനമായിരിക്കാം നിങ്ങൾ ചെയ്യേണ്ടത്. അത് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്.
ഈ സമയം ഭഗവാനാണ് നിങ്ങൾക്ക് വേണ്ടി ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നതാണ് വാസ്തവം. ആര് തന്നെ തെറ്റ് ചെയ്താലും അവർക്ക് താൽക്കാലികമായ ചില ആശ്വാസം ലഭിച്ചാൽ പോലും അത് അവരുടെ ജീവിതത്തിലെ തിരിച്ചടികളുടെ ഒരു തുടക്കം തന്നെയാണ്. പിന്നീട് അവർക്ക് വന്നു ചേരുന്നത് നാശം തന്നെയായിരിക്കും. അത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് സംഭവിക്കും എന്ന കാര്യം ഭഗവാൻ തന്നെ പറയുന്നു. അതിനാൽ ഭഗവാന്റെ ഈ മുന്നറിയിപ്പുകൾ നിങ്ങൾ അവഗണിക്കാൻ പാടുള്ളതല്ല. ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടതായ കർമ്മങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ്. പലരും നിങ്ങളെ തളർത്തുവാൻ ശ്രമിക്കും. അതിൽ നിങ്ങൾ തളരാൻ പാടില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സന്തോഷം അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ വലുതായിരിക്കും എന്ന് ഭഗവാൻ ഈ സന്ദേശത്തിലൂടെ അർത്ഥമാക്കുന്നു. നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അഹങ്കാരികളായി തീരരുത് എന്നുള്ളതാണ്. അതിൽ മതിമറക്കുവാൻ പാടുള്ളതല്ല. ഏവരോടും സ്നേഹത്തിൽ പെരുമാറണം. ഏവരെയും നിങ്ങൾ ചേർത്ത് നിർത്തണം. വിനയമുള്ളവരായി നിങ്ങൾ മാറണം. അഹങ്കാരം നാശത്തിന്റെ തുടക്കമാണ് എന്ന കാര്യവും ഈ സമയം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാൻ നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കും എന്നുള്ളതാണ്. എന്നാൽ എല്ലാം നിങ്ങളുടെ കൈകളിലാണ്. താഴെ വീഴാതെ നോക്കേണ്ടത് നിങ്ങളാണ് എന്ന് ഭഗവാൻ പറയുന്നു. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമായി തന്നെ നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം. ജീവിതത്തിൽ നിരവധിയാർന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവവേദ്യമാകാം. അത് തുടക്കം കുറിക്കുക നിങ്ങളുടെ മനസ്സുമായി ബന്ധപ്പെട്ടാണ്. അത്രമേൽ നെഗറ്റീവായ ചിന്തകളോ അല്ലെങ്കിൽ അത്രമേൽ താഴ്ന്നിരിക്കുന്നതായ സാഹചര്യമോ മനോവിഷമങ്ങളോ നിങ്ങളുടെ മനസ്സിലുണ്ട്. ആ ചിന്തകൾക്കൊരു അന്ത്യം സംഭവിക്കുകയാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. ലോകം മുഴുവൻ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. അപ്രതീക്ഷിതമായ ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ചില സഹായങ്ങൾ ലഭിക്കാം. ഈ സമയം ഭഗവാന്റെ ദൈവികമായ വാക്കുകൾ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. ഈ സമയം പല കാര്യങ്ങളും നിങ്ങളിലേക്ക് അനുകൂലമാവുകയോ അതിന് സൂചനകൾ ലഭിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വീഴ്ച നിങ്ങൾ ധൃതിപ്പെടും എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ ആലോചിക്കാതെ ചില തീരുമാനങ്ങളിലേക്ക് പോകാം. പാടുള്ളതല്ല. ധൃതിപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കരുത്. ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് മരുന്നായി നൽകുന്നത് ക്ഷമ തന്നെയാണ്. ആ ക്ഷമയോടെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുവാൻ അല്പം കാലതാമസം നേരിടുന്നു എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് സമയമായിട്ടില്ല എന്ന് മാത്രമല്ല, ചില അപകടകരമായ കാര്യങ്ങളിൽ നിന്നും ഭഗവാൻ അവിടെ നിങ്ങൾക്ക് സംരക്ഷണം കൂടി നൽകുകയാണ് എന്ന് മനസ്സിലാക്കുക. പഴയ കാലത്തെ അല്ലെങ്കിൽ മുൻപത്തെ കാലത്ത് മുൻപുണ്ടായിരുന്നതായ ആ വിഷമങ്ങൾ ഇനിയും നിങ്ങളുടെ മനസ്സിൽ പേർന്നിറക്കേണ്ടത് അനിവാര്യമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അത് അനിവാര്യമല്ല, അത് ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. എല്ലാത്തിൽ നിന്നും നീ മുക്തനാവണം. അതായത് മനസ്സിലുള്ള ആ പ്രയാസങ്ങൾ, ചിന്തകൾ, നെഗറ്റീവായ ചിന്തകൾ, എല്ലാത്തിൽ നിന്നും നീ മുക്തനാവണം. ഒരിക്കലും നിങ്ങളുടെ കഴിഞ്ഞ കാലം, അവിടെ ഉണ്ടായിരിക്കുന്നതായ വ്യക്തികൾ അതൊന്നും ശത്രുവായി കാണാതെ നീ മുന്നോട്ട് പോകണം. ഈ സമയം ഭഗവാൻ നിന്റെ ഗുരുനാഥനായി മാറുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇവിടെ പലരും നിങ്ങളെ തകർക്കാൻ നോക്കിയാൽ പോലും അതിനവർക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ എത്രമാത്രം ശക്തരാണ് ഭഗവാന് മുന്നിൽ, അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ഒരു സംരക്ഷണം നൽകിയിരിക്കുന്ന സാഹചര്യം ഉള്ളതിനാൽ അവർ എത്ര തന്നെ ശ്രമിച്ചാലും അത് അവർക്ക് സാധ്യമാകില്ല എന്നതാണ് വാസ്തവം. മറ്റുള്ളവരുടെ വേദനകൾ അവർ മനസ്സിലാക്കുവാൻ ആരംഭിക്കും. തീർച്ചയായും വരും കാലത്ത് പുതിയ ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. ചിലർ സഹായിക്കാനായി നിങ്ങളിലേക്ക് വന്നു ചേരും. ചില പാഠങ്ങൾ പഠിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതായത് നിങ്ങളുടെ പ്രവൃത്തികളാൽ, ചിന്തകളാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം ചിലർ നിങ്ങളെ വിട്ട് അകന്നു പോയി എന്ന് വരാം.
അവരെ നിങ്ങൾ തടയേണ്ടതായിട്ടില്ല എന്നതാണ് വാസ്തവം. ഓരോ നഷ്ടങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരത്തിൽ വിഷമകരമായ കാര്യങ്ങൾ, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ നൽകുന്ന ഒരു പുതിയ തുടക്കം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ദൈവാംശമായ ആത്മാവിനെ നിങ്ങൾ കേൾക്കുവാൻ പഠിക്കണം. ഭയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം. ഉച്ചത്തിലാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും പല കാര്യങ്ങളിലും അനുഭവിക്കുന്ന ശൂന്യത, അത് നിങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. തീർച്ചയായും പഴയ വേദനകളിൽ അല്ലെങ്കിൽ പഴയ കാര്യങ്ങളിൽ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതായിട്ടില്ല എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങളുടെ മനസ്സ് ശുദ്ധമായി കൊണ്ടുപോകണം എന്നുള്ളതാണ്. സത്യസന്ധമായിരിക്കണം നിങ്ങൾ എന്ന കാര്യം ഓർക്കുക. അത് നിങ്ങൾ നിലനിർത്തണം എന്നാണ് ഭഗവാൻ പരാമർശിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഭഗവാനോട് പല അവസരങ്ങളിലും സംസാരിക്കുവാൻ സാധിക്കും. മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ദൈവാംശമായ ആത്മാവ് ആ കർമ്മങ്ങൾ നിറവേറ്റും എന്നതാണ് വാസ്തവം. തീർച്ചയായും ഈ സമയം ശാന്തത നിങ്ങളുടെ മുഖമുദ്രയാക്കുക. ചുവടുവെപ്പുകൾ കൃത്യമായിരിക്കണം. ധൈര്യം നിങ്ങളിലേക്ക് കടന്നു വരണം. ഏത് കാര്യം നിങ്ങളിൽ സംഭവിക്കുകയാണ് എങ്കിലും ആര് തന്നെ താഴ്ത്തിക്കെട്ടുവാൻ ശ്രമിച്ചാലും നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾക്കൊപ്പം ഭഗവാനുണ്ട്, ഭഗവാന്റെ കവചമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങൾക്കൊപ്പം സമാധാനവും സന്തോഷവുമാണ് ഭഗവാൻ പകർന്നു നൽകാൻ പോകുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായ കാര്യങ്ങൾ, അത് ഭഗവാന്റെ ഇച്ഛപ്രകാരം സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചിലർ നിങ്ങളെ വീണ്ടും നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്ന് വരാം. എന്നാൽ ഈ സമയം നിങ്ങൾക്ക് ശരിയായതും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അത് ആര് തന്നെ വിചാരിച്ചാലും തടയുവാൻ സാധിക്കുന്നതല്ല. ധൈര്യത്തോടെ തന്നെ ഈ സമയം നിങ്ങൾ മുന്നേറണം. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുക.